VS-ന് വിട നൽകാൻ ഒരുങ്ങി രാഷ്ട്രീയ കേരളം. തലസ്ഥാന നഗരിയിലെ പൊതുദർശനത്തിന് ശേഷം ഇന്നലെ ഉച്ചതിരിഞ്ഞ് 2:30 ആരംഭിച്ച വിലാപയാത്ര 20 മണിക്കൂർ പിന്നിട്ട ശേഷമാണ് ജന്മനാട്ടിലേക്ക് എത്തിയത്. വന്ന വഴികളിലെല്ലാം ആയിരങ്ങളാണ് പ്രിയ സഖാവിന് അന്തിമോപചാരം അർപ്പിക്കാനും അവസാനമായി ഒരു നോക്ക് കാണുവാനും കാത്തുനിൽക്കുന്നത്. പറവൂർ വേലിക്കകത്ത് വീട്ടിലെത്തിച്ച ശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും. വൈകിട്ട് 4 മണിയോടെ വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. വിപ്ലവ സൂര്യൻ VS-ന് ഇന്ന് കേരളം വിട നൽകും. വിപ്ലവ നായകനെ ഒരു നോക്ക് കാണാൻ പ്രായഭേദമന്യേ ആയിരക്കണക്കിന് ജനങ്ങളാണ് വഴിനീളെ തിങ്ങി നിൽക്കുന്നത്. വിലാപയാത്ര ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? സംസ്കാരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? നമുക്കറിയാം, ഇന്നലെ ഉച്ചതിരിഞ്ഞ് 2:30 ആരംഭിച്ച വിലാപയാത്ര ഇപ്പോഴും VS-ന്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അത്രയ്ക്കും ജനങ്ങളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ വഴിയോരങ്ങളിലെല്ലാം കാത്തു നിൽക്കുന്നത്. വന്ന വഴികളിലെല്ലാം ആയിരക്കണക്കിന് പേരാണ് VS-ന്, പ്രിയ സഖാവിന് വിട നൽകാൻ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെയെല്ലാം വകഞ്ഞു മാറ്റി വേണം അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയും തുടരേണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജനത്തിരക്ക് നിയന്ത്രിച്ചും നീക്കിയും മറ്റുമാണ് ഇപ്പോൾ VS സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്. ഇതുവരെയും ഇപ്പോൾ നിലവിൽ വണ്ടാനത്താണ് വിലാപയാത്ര എത്തിയിട്ടുള്ളത്. ഇനിയും കുറുവൻതോട് കഴിഞ്ഞ ശേഷം പറവൂരിലെ എത്തി വേണം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കാൻ. അവിടെ രാവിലെ 9 മണി മുതലായിരുന്നു വീട്ടിൽ പൊതുദർശനം വെക്കാനുള്ള സമയം നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സമയക്രമങ്ങളെല്ലാം അപ്പാടെ മാറി മറിഞ്ഞു. ഇപ്പോഴും വലിയ രീതിയിലുള്ള തിരക്കാണ് റോഡുകളിൽ ദൃശ്യമാകുന്നത്. നിരവധി വാഹനങ്ങളും കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും വാർദ്ധക്യത്തിന്റെ അവശതകൾ നേരിടുന്നവരും എല്ലാമായി വലിയ രീതിയിലുള്ള നിര ഈ വന്ന ദേശീയപാതയുടെയും വഴിയോരങ്ങളിലും എല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഈ വഴിത്താരകളിലെല്ലാം പ്രിയ സഖാവിന് വിട നൽകിക്കൊണ്ട് കണ്ണേ കരളെ VS, മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നുള്ള മുദ്രാവാക്യങ്ങളും മുഴക്കി അവർ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന സമര നായകനായിരുന്ന ഓരോ തങ്ങളുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെട്ട് തങ്ങൾക്ക് വേണ്ടിയിരുന്നതെല്ലാം ചെയ്തു നൽകുന്ന സ്വന്തം നാട് VS-ന് ഇപ്പോൾ അന്ത്യയാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വിലാപയാത്ര ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, 21 മണിക്കൂർ പിന്നിടുമ്പോൾ പോലും VS സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു നാട്, രാഷ്ട്രീയ കേരളം എത്രത്തോളമാണ് അത് വൈകാരികമായിട്ടാണ് അദ്ദേഹത്തിന് വിട നൽകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അത്രയ്ക്കും ജനനിബിഡമാണ് ഓരോ കേന്ദ്രങ്ങളിലും നമുക്ക് ദൃശ്യമാകുന്നത്. ഇപ്പോഴും വിലാപയാത്ര അതിന്റെ വേഗത റെഡ് വോളണ്ടിയർമാരടക്കം നിയന്ത്രിച്ചുകൊണ്ട് വേഗത കൂട്ടുന്നുണ്ട് പലയിടങ്ങളിലും. കാരണം ഇനിയെങ്കിലും എത്തിക്കണം. എന്നിട്ട് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം നേരത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 10 മുതൽ 11 വരെ പൊതുദർശനം പറഞ്ഞിരുന്നു. എന്നാൽ അവിടുത്തെ പൊതുദർശന സമയം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അരമണിക്കൂർ മാത്രമേ ഇനിയും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന VS സ്വന്തം കർമ്മമണ്ഡലം തിരുവനന്തപുരത്തേക്ക് മാറ്റും മുൻപ് ആദ്യകാലങ്ങളിൽ, അതായത് നമുക്കറിയാം 17 വയസ്സിൽ പാർട്ടിയുടെ അംഗത്വമായി 18-ാം വയസ്സ് മുതൽ പാർട്ടിയുടെ നേതൃനിരയിലെത്തിയ VS ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിച്ചുകൊണ്ട് ഒട്ടേറെ സമരങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെ ജില്ലയിലെ നേതാവായി ഔദ്യോഗിക കൃത്യ നിർവഹണങ്ങൾ വഹിച്ചിരുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹത്തിന് അരമണിക്കൂർ മാത്രമാകും ഇനി പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം റിക്രിയേഷൻ ഗ്രൗണ്ടിലും നേരത്തെ പ്രഖ്യാപിച്ച പോലെ പൊതുദർശനം ഉണ്ടാകും. അത് എത്രത്തോളം നീണ്ടുപോകുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ തന്നെ സമയം ഏറെ വൈകിയിരിക്കുന്നു. വിലാപയാത്രയുടെ വേഗതയും അതുകൊണ്ട് തന്നെ കൂട്ടിയിരിക്കുകയാണ്. പല കേന്ദ്രങ്ങളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയെല്ലാം വേഗത്തിൽ തന്നെ ആ ഒരു ദർശനം നൽകിയ ശേഷം VS ഇപ്പോൾ സ്വഭവനത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോഴും വാഹനം എത്തിയിട്ടില്ല വീടുകളിലേക്ക്. ഇന്നലെ രാത്രി മുതൽക്ക് തന്നെ അദ്ദേഹത്തിന്റെ വേലിക്കകത്തെ വീട്ടിലേക്കും
നേതാക്കളുടെയും അണികളുടെയും പ്രിയ സഖാക്കന്മാരുടെയും ഒക്കെ വലിയ ഒഴുക്കായിരുന്നു ദൃശ്യമായിരുന്നത്. പലരും അവിടെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചകൾ പോലും കാണാൻ കഴിയുമായിരുന്നു. എന്തായാലും ഇപ്പോഴും ജന്മനാട്ടിലൂടെയുള്ള അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര ഇപ്പോൾ കോരിച്ചൊരിയുന്നൊരു മഴയുടെ വന്നതോടെ അദ്ദേഹത്തിന് പ്രകൃതി പോലും കരഞ്ഞുകൊണ്ട് യാത്രയാക്കുന്നു ജന്മനാട് എന്ന് വേണം കരുതാൻ. കാരണം ഓരോ സാധാരണക്കാരുടെയും അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും അധസ്ഥിതരുടെയും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരുടെയും ഒക്കെ നേതാവായിരുന്നു, സമര നായകനായിരുന്നു. നീതി നിഷേധിക്കപ്പെട്ട ജനത്തിന് എന്നും നീതി ലഭ്യമാക്കാൻ ഒരു നേതാവെന്ന നിലയിൽ ഏതറ്റം വരെയും അത് പാർട്ടിയുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് പോലും കടന്ന് ചിന്തിച്ച് അവിടെ എത്തി അവർക്ക് വേണ്ട നീതി ഉറപ്പാക്കാൻ ജനങ്ങൾക്ക് മുന്നിൽ സാധാരണക്കാരനായ ജനങ്ങൾക്ക് മുന്നിൽ എന്നും നിലകൊണ്ടിരുന്ന പ്രിയ സഖാവിനെ വിട നൽകുകയാണ് ജന്മനാട്. അല്പസമയം കൂടി കഴിഞ്ഞ ശേഷം മാത്രമാകും വിലാപയാത്ര വീട്ടിലേക്ക് എത്തുക. അതിനുശേഷം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാര ചടങ്ങ് പറഞ്ഞിരുന്നത്. എന്നാൽ സമയം എത്രത്തോളം പാലിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം വൈകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇന്നലെ വരെ അല്ലെങ്കിൽ ഇപ്പോൾ വരെ ഉള്ളതെന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ വരെ ഉള്ളവർക്ക് ഈ വിലാപയാത്രയും അല്ലെങ്കിൽ പൊതുദർശനവുമാണ് അവർ കൂടുതലായും എത്തിയിരുന്നത്. എന്നാൽ മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും അങ്ങ് കാസർഗോഡ് വരെ നീണ്ടുകിടക്കുന്ന പ്രവർത്തകരും സാധാരണക്കാരായ ജനങ്ങളുമെല്ലാം അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ഈ ആലപ്പുഴയിലെ പൊതുദർശന വേദികളിലേക്കാവും എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. അത് ഈ അന്തിമോപചാരം എല്ലാം ഏറ്റുവാങ്ങിയ ശേഷം ഏത് സമയത്താകും അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകാൻ കഴിയുക എന്നുള്ളത് ഇപ്പോൾ ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പ്രവാഹമാണ് ഇപ്പോഴും ദൃശ്യമാകുന്നത്. എന്തായാലും ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവിടെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളും മറ്റ് നേതാക്കളും എല്ലാം വരേണ്ടതുണ്ട്. ഔദ്യോഗിക ഉദ്യോഗസ്ഥരും അധികാരികളും ഒക്കെ തന്നെ അവിടെ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രത്യേക സുരക്ഷയും ഇരിപ്പിടങ്ങളും ഒക്കെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, പുന്നപ്ര വയലാർ സമര സേനാനികളുടെ അന്തി ഉറങ്ങുന്ന മണ്ണിൽ അതിന് സമീപത്തായിട്ടാണ് VS-നും മണ്ണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ജനനായകന് ഇപ്പോൾ രാഷ്ട്രീയ കേരളം വിട നൽകുകയാണ്. ജന്മനാട്ടിലേക്ക് എത്തിച്ചേരുന്ന VS-ന് വളരെ വികാരനിർഭരമായ യാത്രയയപ്പാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ജന്മ വീട്ടിലേക്ക് എത്തും. തുടർന്ന് ജില്ലാ കമ്മിറ്റിയിലും റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം ഉണ്ടാകും. ശേഷം വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകളും നടക്കും. സൂര്യ, ആലപ്പുഴ ആൾപ്പുഴയായി മാറിയിരിക്കുകയാണ്. വഴിനീളെ സ്നേഹാഭിവാദ്യം ഏറ്റുവാങ്ങി പ്രിയ സഖാവ് ജന്മമണ്ണിൽ. സമഗ്ര വിവരങ്ങളാണ് അഭിജിത്ത് നൽകിയത്.